Hello guys, once again welcome back to Echipod. മക്കളെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ലോകത്തില്ലാത്തൊരു മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന കാര്യം നമ്മുടെ റവന്യൂ അഥവാ വരുമാനം എന്ന് പറയുന്നത് അല്ലേ. എല്ലാ ഫേമുകളും ഉൽപ്പാദനം നടത്തുന്നത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നും അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഫേമുകൾക്ക് സാധാരണ 3 തരം റവന്യൂകളുണ്ടാവും. എത്ര തരം? 3 തരം. 1 ടോട്ടൽ റവന്യൂ, 2 ആവറേജ് റവന്യൂ, 3 എന്താ പറയുന്നത് മാർജിനൽ റവന്യൂ. ഈ 3 റവന്യൂകളെ നമ്മൾ വിളിക്കുന്നവരാണ് ടോട്ടൽ റവന്യൂ TR എന്നും, മാർജിനൽ റവന്യൂ MR എന്നും, ആവറേജ് റവന്യൂ AR എന്നുമാണ് അറിയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂടാ, ചോദ്യം ഇതാണ്: ഡിഫൈൻ ദ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. ഇത് 3ഉം എന്താണെന്ന് നമ്മളോട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം. ഇത് 3 എന്താണെന്ന് ചോദിക്കട്ടോ. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരും തെറ്റിദ്ധാരണയിൽ വരച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിനെ പോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒന്നുണ്ട്. അതായത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ്, അതേപോലെ മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ആണ് പഠിച്ചിട്ടുണ്ടാവും. AP, TP ആൻഡ് MP എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഒരു കർവല്ല അവിടെ വരച്ചു വെക്കുന്നത്. ഇത് പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. നമ്മളോട് ചോദിച്ചാൽ റവന്യൂവിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തവണ പഠിക്കാതെ പോയ, എന്നാൽ നമുക്ക് മുൻപുണ്ടായിരുന്ന ഇപ്പോൾ നമുക്ക് പഠിക്കാനില്ലാത്തൊരു കർവാണ് ഏത്? ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന 0 എന്നായിരിക്കും. ഇത് നമ്മുടെ TR കർവായിരുന്നു. ആൻഡ് MR കർവ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാണ്ടായിരുന്നത്. ഓക്കെ, MR കർവ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ കർവ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇപ്പം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങളോട് വരക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കണേ ടോട്ടൽ റവന്യൂ എന്താണെന്ന് നോക്കാം. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സാധനം ഒരു കമ്പനിയിൽ ഉണ്ടാക്കി, ആ കമ്പനി നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സാധനം അവിടെ തന്നെ വെക്കുമോ? ഇല്ല. നോർമലി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്വാഭാവികമായിട്ടും നമ്മളവിടെ ഉൽപ്പാദിപ്പിച്ച സാധനം അവിടെ കമ്പനിയിൽ വെക്കാതെ നമ്മൾ എന്ത് ചെയ്യും? അത് വിറ്റഴിക്കും അല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു കമ്പനി വരക്കാൻ പോകുന്നത് നമ്മളെ ഈ പറയുന്ന ദാക്ഷായണി എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് കമ്പനിയാണ്. കമ്പനിയുടെ പേരെന്താണ്? ദാക്ഷായണി. ഓക്കെ, ദാക്ഷായണി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലെ ഒരു ബിസ്ക്കറ്റ് കമ്പനിയാണ്. അപ്പോൾ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി നമ്മൾ തുടങ്ങി. ഈ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് അഥവാ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ലെവലത്തിലാണ് ഒരു 500 പാക്കറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, 500 പാക്കറ്റാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ പറയുന്ന ദാക്ഷായണി ബിസ്ക്കറ്റ് നമ്മൾ വിൽക്കുന്നത് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് അഥവാ പ്രൈസ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്? പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു 10 രൂപയാണെന്ന് വിചാരിക്കുക. എത്രയാണ്? 10 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 500 പാക്കറ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിലായിരിക്കും നമുക്കവിടെ റവന്യൂ കണ്ടുപിടിക്കാം അല്ലേ. എത്ര റവന്യൂ വരിക? നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആയിരിക്കും. നമ്മൾ വിറ്റ വില ഉണ്ടാവും അല്ലേ, അതിന് നമ്മൾ എത്ര വിറ്റ എണ്ണം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ എത്ര വരിക? 10 ഇൻറ്റു 500 എന്ന് വരുന്നു. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 5000 രൂപ എന്ന് കിട്ടും. എത്രയാണ്? 5000 രൂപയാണ് നമുക്ക് അവിടെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയ വരുമാനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടോട്ടൽ റവന്യൂ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ടോട്ടൽ റവന്യൂ എന്നാണ് വിളിക്കാറുള്ളത്. അതാണ് നമ്മളിവിടെ പഠിച്ചു വെച്ച കാര്യം. അപ്പോൾ ടോട്ടൽ റവന്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ഏൺഡ് ഫ്രം സെല്ലിംഗ് ഓഫ് ഓൾ. കണ്ടല്ലോ, നമ്മുടെ ഫേം എത്ര ഉണ്ടാക്കിയത്? 500 പാക്കറ്റ് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ 500 പാക്കറ്റിന് നമ്മൾ വിറ്റു, അതിനാണ് ഓൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം ഏൺഡ് ഫ്രം ദ സെല്ലിംഗ് ഓഫ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ മാർക്കറ്റ് കോൾഡ് ടോട്ടൽ റവന്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഔട്ട്പുട്ടും, അഥവാ നമ്മളിവിടെ ഉണ്ടാക്കിയത് 500 പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിരുന്നു. ഈ 500 പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ എന്ത് ചെയ്തു? മാർക്കറ്റിൽ വിറ്റഴിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനാണ് എന്ത് പറയുന്നത്? ടോട്ടൽ റവന്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടൽ റവന്യൂ ഇവിടെ എത്ര വന്നത്? നമുക്ക് വന്നത് 5000 രൂപയാണ് നമുക്കിവിടെ ടോട്ടൽ റവന്യൂ നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ ആണല്ലോ, സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ആവറേജ് റവന്യൂ അല്ലെങ്കിൽ AR എന്ന് പറയുന്നത്. നമുക്കറിയാം AR എന്ന് പറഞ്ഞാൽ ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ, ആവറേജ് എന്ന് പറഞ്ഞാൽ ശരാശരിയാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരിയാണ്. അതായത് ടോട്ടൽ നമ്മുടെ മൊത്തം തുകയെ എന്ത് ചെയ്യുന്നു? നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആവറേജ് റവന്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് ആവറേജ് റവന്യൂ വരുന്നത്. അപ്പോൾ ഇനി ആവറേജ് റവന്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ ഈസിയാണ്. AR = നമ്മുടെ ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്മളിവിടെ കണ്ടുപിടിച്ചു ടോട്ടൽ റവന്യൂ = പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റിയാണ് അല്ലേ. അത് നമ്മളിവിടെ കണ്ടുപിടിച്ച കാര്യമാണ്. ടോട്ടൽ റവന്യൂ = പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ആ ഒരു ഇക്വേഷനിൽ ചെയ്തപ്പോഴാണ് നമുക്ക് 5000 രൂപ എന്ന് കിട്ടിയത് അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ടോട്ടൽ റവന്യൂവിനെ ആവറേജ് റവന്യൂവിൻ്റെ ഇക്വേഷനിലേക്ക് മാറ്റുന്നു. അതുകൊണ്ട് ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായി മാറും? TR ഡിവൈഡ് ബൈ
ക്യൂ എന്നായി മാറുന്നു. ഈ TR എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്യുന്നു, P/Q എന്ന് മാത്രമാക്കി എഴുതുന്നു. കാരണം എന്താണ്, TR എന്ന് പറയുന്നത് P/Q തുല്യമാണ്, ഡിവൈഡ് ബൈ Q എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാനുള്ള Q എന്നുകൊണ്ട് രണ്ടിനെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, ആവറേജ് റവന്യൂ വിൽ ബി ഈക്വൽ ടു പ്രൈസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ശരാശരി വരുമാനം പെർഫെക്റ്റ് കോമ്പിനേഷൻ എപ്പോഴും എന്തായിരിക്കും, ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞ പ്രൈസിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ് മക്കളെ നമ്മളൊരു കർവ് വരച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിൻ റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പിനേഷനിൽ വരയ്ക്കുന്ന പ്രൈസിന് തുല്യമായിട്ടായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക, ആവറേജ് റവന്യൂ ഉണ്ടാവുക. അതിൻ്റെ കാരണം മനസ്സിലായല്ലോ, വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രൈസിന് തുല്യമാണ് ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞാൽ. സംശയം നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഭാഗം തന്നെ ചെയ്ത് നോക്കാം. AR = TR ഡിവൈഡ് ബൈ Q എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ റവന്യൂ 5000 ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി 500. 5000 ഡിവൈഡ് ബൈ 500 പറയുമ്പോൾ നമുക്ക് കിട്ടും 50 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 10. എത്ര കിട്ടുന്നത്, 10 എന്ന് കിട്ടുന്നത് അല്ലേ. ഈ 10 തന്നെയല്ലേ നമ്മുടെ പ്രൈസ് ഉണ്ടായിരുന്നത്. യെസ്, എക്സാക്ട്ലി നമ്മുടെ പ്രൈസും 10 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷനിൽ അങ്ങനെ വന്നത്. ഇനി മൂന്നാമത്തെയും അവസാനത്തെ ആളാണ് ആര്, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. മാർജിനൽ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ മാർജിനൽ എന്ന് കാണുന്നുണ്ടോ, നിങ്ങൾ എവിടെയൊക്കെ മാർജിനൽ എന്ന് എക്കണോമിക്സിൽ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അഡീഷണൽ എന്നാണ്. എന്താണ് അഡീഷണൽ? അഡീഷണൽ എന്ന് പറഞ്ഞാൽ അധികമായിട്ടുണ്ടായെന്ന് പറഞ്ഞത്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, സംഗതി ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ദിവസം ആകെ ഉൽപ്പാദിപ്പിച്ച് 500 പാക്കറ്റ് ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് വിചാരിക്കുക. ഇനി എന്ത് ചെയ്തു, ഒരു അരമണിക്കൂർ കൂടി ജോലി ചെയ്ത് നിങ്ങൾ ഒരു 50 പാക്കറ്റ് കൂടി ഉണ്ടാക്കി. അന്ന് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയത് എത്രയാണ്, 50 പാക്കറ്റാണ്. എത്രയാണ്, 50 പാക്കറ്റാണ്. അപ്പോൾ ഈ 50 പാക്കറ്റ് അഡീഷണൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 50 × 10 500 രൂപ അധികം കിട്ടും അല്ലേ. അപ്പോൾ 500 രൂപ നിങ്ങൾക്ക് അധികം കിട്ടിയ വരുമാനമാണ് അല്ലേ. അങ്ങനെ അധികം കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ പറഞ്ഞത് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷൻ എന്നാണ്. മാർജിനൽ റവന്യൂ, അഡീഷണൽ റവന്യൂ. മാർജിനൽ കോസ്റ്റ് ആണ് അഡീഷണൽ കോസ്റ്റ്. ഇനി മാർജിനൽ ചോറ് എന്നാൽ അഡീഷണൽ ചോറ്. നിങ്ങൾക്ക് ഞാൻ അഡീഷണൽ ആയിട്ട് ചോറിൻ്റെ കൂടെ 2 ചിക്കൻ പീസ് കൂടി ഇട്ടുന്നത് എന്താണ്, അത് മാർജിനൽ ചിക്കൻ പീസാണല്ലേ. 2 പീസ് മാർജിനൽ ചിക്കൻ പീസ് ഇട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി പഠിക്കുക. മാർജിനൽ = ഡെൽറ്റ TR ഡിവൈഡ് ബൈ ഡെൽറ്റ Q ആണ്. ഓക്കെ, ഡെൽറ്റ TR ഡിവൈഡ് ബൈ ഡെൽറ്റ Q ആണ്. ഇത് നമുക്ക് മാത്തമാറ്റിക്കലി ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, നമ്മുടെ ടോട്ടൽ റവന്യൂ ആദ്യം എത്ര ഉണ്ടായിരുന്നത്, 5000 രൂപ അല്ലേ. 5000 രൂപയായിരുന്നു. ഇനി നമ്മൾ പുതിയൊരു അഡീഷണൽ ആയിട്ട് അല്ലേ, അഡീഷണൽ ആയിട്ട് എത്ര ഉണ്ടാക്കിയത്, അഡീഷണൽ ആയിട്ട് നമ്മൾ 500 പാക്കറ്റ് അഡീഷണൽ ക്വാണ്ടിറ്റി നമ്മൾ എത്ര ഉണ്ടാക്കിയത്, അഡീഷണൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 500 പാക്കറ്റാണ്. 500 പാക്കറ്റ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡെൽറ്റ TR ഡെൽറ്റ Q കാണണം. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയ വരുമാനം, ഓക്കെ, പുതിയ വരുമാനം എത്ര വരിക, TR1 = നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലി നമ്മൾ ചെയ്ത കാര്യം, പുതിയ വരുമാനം 5500 രൂപയാണ് നമുക്കവിടെ കിട്ടിയത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം ഡെൽറ്റ TR കാണാൻ എന്ത് ചെയ്താൽ മതി, ഡെൽറ്റ TR = TR1 - TR ആൻഡ് ഡെൽറ്റ Q എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡെൽറ്റ Q എന്ന് പറയുമ്പോൾ Q1 - Q ചെയ്താലും മതി അല്ലേ. അപ്പോൾ ഡെൽറ്റ TR എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ പ്രകാരം ചെയ്യുമ്പോൾ എന്താ വരിക, നമുക്ക് നോക്കാം. മാർജിൻ റവന്യൂ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് പ്രകാരം തന്നെ നോക്കിക്കോളൂ. ഡെൽറ്റ TR = TR1 - TR എന്നാണ് ചെയ്യേണ്ടത്. TR1ൻ്റെ വാല്യൂ നമുക്കറിയാം, TR1 = 5500 എന്നാണ് അല്ലേ. 5500 രൂപ എന്നാണ് നമ്മളിവിടെ എഴുതിയത്. 5500 രൂപ കിട്ടിയത്. ആൻഡ് TR1 ആദ്യം നമുക്കുണ്ടായിരുന്ന നമുക്ക് പറഞ്ഞു 5000 ആണ് TR1 എത്രയാണ്, 5500 അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസത്തിനാണ് ഡെൽറ്റ TR എന്ന് പറയുമ്പോൾ എത്രയാണ്, 5500 - 5000 നമ്മളിവിടെ ചെയ്യേണ്ടത്. ഫൈനലി എത്ര കിട്ടുക, 500 എന്നാണ് കിട്ടുക. അപ്പോൾ ഡെൽറ്റ TR 500 എന്ന് കിട്ടും. ഇനി ഡെൽറ്റ Q കാണണ്ടേ, വേണം. ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ Q1 - Q ആണ് ചെയ്യേണ്ടത്. Q1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, Q1 എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി എത്രയാണ്, അത് നമ്മൾ ഉണ്ടാക്കിയത് 500 പാക്കറ്റാണ് അല്ലേ. അല്ലെങ്കിൽ 500 പാക്കറ്റാണ്, സോറി 50 പാക്കറ്റാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ 50 പാക്കറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയത് 50 പാക്കറ്റ്. ആദ്യം ഉണ്ടായിരുന്ന പാക്കറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 500 പാക്കറ്റ്. എത്രയാണ്, 500 പാക്കറ്റായിരുന്നു. അപ്പോൾ മൊത്തം നമ്മുടെ വരുമാനം എത്ര കിട്ടുക, ഡെൽറ്റ Q എന്ന് പറയുമ്പോൾ എത്ര വരിക, നമുക്ക് നോക്കാം. 500 നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ക്വാണ്ടിറ്റി 50 പാക്കറ്റ് അഡീഷണൽ വരുത്താണ്. അപ്പോൾ 550 പാക്കറ്റ് - 500 പാക്കറ്റ് അഡീഷണൽ ആയിട്ട് 50 പാക്കറ്റ് കൂടി കൂട്ടുമ്പോൾ 550 പാക്കറ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു. ഫൈനലി നമുക്കിവിടെ കിട്ടും 50 യൂണിറ്റ് ക്വാണ്ടിറ്റി എന്ന് കിട്ടുന്നു. അപ്പോൾ 500 50 കിട്ടുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, MR കണ്ടുപിടിക്കാം. MRൻ്റെ ഇക്വേഷൻ എന്താ,
എം ആർ ഇസ് ഇക്വൽ ടു ഡെൽറ്റ ടി ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ആണ് ചെയ്യേണ്ടത് അല്ലേ. എത്ര വരിക? 500 ഡിവൈഡ് ബൈ 50 എന്ന് കിട്ടും. 0 വെട്ടി കഴിഞ്ഞാൽ എത്രയായി? 50 ഡിവൈഡ് ബൈ 5 പറയുമ്പോൾ 10 എന്നാണ് കിട്ടുക. എന്താ കിട്ടുക? 10 എന്നാണ് കിട്ടുക. സംശയം ഉണ്ട്, നിങ്ങൾക്ക് ഇതൊന്നും കൂടി ചെയ്ത് നോക്കാം. ഞാനിവിടെ ചെയ്ത കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ മാർജിൻ റവന്യൂ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. എം ആർ ഇസ് ഇക്വൽ ടു ഡെൽറ്റ ടി ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ആണെന്ന് പരിചയപ്പെടുത്തി. ഇനി ഡെൽറ്റ ടി ആർ എന്താണെന്ന് പറഞ്ഞു. ഡെൽറ്റ ടി ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ മൊത്ത വരുമാനത്തിൽ നിന്നും ആദ്യത്തെ മൊത്ത വരുമാനമുണ്ട്, ഇപ്പോൾ കിട്ടിയ മൊത്ത വരുമാനമുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് മൊത്ത വരുമാനം കിട്ടിയത്? നമുക്ക് അഡീഷണൽ നമ്മൾ 50 യൂണിറ്റ് കൂടി എന്ത് ചെയ്തു? ഈ പറയുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് വിറ്റു. അപ്പോൾ എത്രയും 500 പാക്കറ്റ് വിറ്റ് കൊടുത്ത് 550 പാക്കറ്റായി മാറി. അങ്ങനെ നമ്മൾ അതിൻ്റെ വ്യത്യാസം കണ്ടെത്തി. എത്ര പാക്കറ്റ് അഡീഷണൽ ആയിട്ട് വിറ്റത്? 50 പാക്കറ്റ് അഡീഷണൽ ആയിട്ട് നമ്മൾ വിറ്റതായിരുന്നു. അതുവഴി കിട്ടിയ അഡീഷണൽ വരുമാനത്തിലാണ് 5000 രൂപയ്ക്ക് പകരം 5500 കിട്ടി. അപ്പോൾ 500 രൂപ എന്തായിരുന്നു? അഡീഷണൽ ആയിട്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ 500 രൂപ അഡീഷണൽ കിട്ടാൻ കാരണം 50 പാക്കറ്റ് വിറ്റതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എം ആർ കണ്ടുപിടിച്ചു. ഡെൽറ്റ ടി ആർ ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ചെയ്തു. 500 ഡിവൈഡ് ബൈ 50 പറയുമ്പോൾ എത്രയാണ്? 10 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 10 ആണ് മാർജിൻ റവന്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പറഞ്ഞിരിക്കുന്ന എ ആറും എം ആറും എല്ലാവരും ഒന്ന് തന്നെയാണ്. നമ്മുടെ ചോദ്യത്തിന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10 കിട്ടിയത്. എ ആർ എന്ന് പറയുന്നതും കിട്ടിയത് 10 തന്നെയാണ്. എം ആർ നമുക്ക് കിട്ടിയതും 10 തന്നെയാണ്. എല്ലാവരും തുല്യമായ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് ഇങ്ങനെ വരച്ചേക്കാം. പ്രൈസ് ഇസിക്കൽ ടു എ ആർ ഇസിക്കൽ ടു എം ആർ എന്ന് നമുക്കിവിടെ വരച്ച് വെക്കാം. ഓക്കെ, നമുക്കറിയാം പ്രൈസിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന മാർജിൻ റവന്യൂ, ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് ഞാനിവിടെ കൊടുക്കുന്നത്. ആ ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. വളരെ വൃത്തിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ എ ആറിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ടി ആറിൻ്റെ ഇക്വേഷനും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ആൻഡ് എം ആറിൻ്റെ ഇക്വേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? വൃത്തിയായിട്ട് തന്നെ മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുണ്ടായത്. അപ്പോൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കുമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം ഈ 4ാമത്തെ ചാപ്റ്ററുമായിട്ട് ഞാൻ വിടവാങ്ങുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.